guys, welcome back to my YouTube channel. It's me Sri. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളാണെങ്കിൽ ഇന്നൊരു വെറൈറ്റി കുക്കിംഗ് റെസിപ്പിയാണ്. ഇത് നമ്മളാണെങ്കിൽ കർണാടകയിലെ ഒരു ഫുഡ് അതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ആ ഫുഡിൻ്റെ പേര് ഒബട്ടു എന്നാണ്. അതിൻ്റെ പടം തന്നെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇല്ല, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ പാടം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം ഇതുപോലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നല്ല റെസിപ്പിയാണ്. അത് ഞാൻ ഇതുപോലൊക്കെ അറിഞ്ഞ്, അതായത് ഞാൻ സുധാമൂർത്തിയുടെ ബുക്ക് ഭയങ്കരമായിട്ട് വായിക്കുക, ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പോൾ അതിനകത്ത് ഇതുപോലൊക്കെ ഗ്രാൻഡ് പേരൻറ്റ്സ് ബാഗ് ഓഫ് സ്റ്റോറിയിൽ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിൽ എങ്ങാണ്ട് ഒബട്ടു എന്നും പറഞ്ഞ ഒരു റെസിപ്പി ഞാൻ കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു നല്ല റെസിപ്പിയാണെന്ന് തോന്നുന്നല്ലോ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ ഇതുപോലെ അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതൊരു സ്വീറ്റ് ചപ്പാത്തി പോലത്തെ ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കാണെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചന ഡാൽ വേണേ. അത് നമ്മൾ 1/2 കപ്പാണ് ഇവിടെ എടുക്കുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് എങ്ങനെയാവുന്നൊരു ഇതും ഇല്ല, അതുകൊണ്ട് നമ്മളാണെങ്കിൽ 1/2 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിനകത്തോട്ട് ഇട്ട് നല്ലതായിട്ടൊന്ന് നമുക്ക് കഴുകാവേ. നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഞങ്ങളാണെങ്കിൽ ഇവിടെ 1/2 കപ്പ് അല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ആഡ് ചെയ്യണേ. അപ്പോൾ നിങ്ങളിപ്പോൾ 1 കപ്പ് വെള്ളം എടുക്കുവാണെങ്കിൽ നിങ്ങൾ 2 കപ്പ് വെള്ളം ആഡ് ചെയ്യണം. എന്നിട്ട് ഇതാണെങ്കിൽ ഒരു അരമണിക്കൂർ, അതായത് 30 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചേക്കണേ. ഒന്ന് നമുക്ക് അടച്ചു വെക്കാവേ. അപ്പോൾ 30 മിനിറ്റ്സ് ഇതുപോലേക്ക് വെച്ചേക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വെള്ളവും അതെല്ലാം കൂടെ നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് 4 വിസിലടിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാവേ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ നെയ്യ് ഇടാവേ. ശകലം മഞ്ഞൾപ്പൊടി ഇടാവേ. ശകലം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ശകലം ഉപ്പും കൂടി ഇടാം. ഇടാവേ. നല്ലതായിട്ടൊന്ന് ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വിസിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം 4 വിസിൽ അടിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, 4 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. അപ്പോൾ നമുക്ക് വിസിലെടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ തുറന്നിട്ട്, അപ്പോൾ ഗൈസ് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഞെക്കി നോക്കാം. കറക്റ്റായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഇതിനകത്ത് വലിയ വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിയിട്ട് അതൊരു മിക്സിക്കകത്തോട്ട് ഇതുമ്പോൾ കിടണേ. അപ്പോൾ നമുക്ക് ഇടാവേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇടുവാണ്. അപ്പോൾ ഗൈസ്, നമുക്കിത് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാവേ. ഇത് നല്ലൊരു പേസ്റ്റ് ആവുന്ന രീതിയിൽ വേണം ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ബ്ലെൻഡ് അടിച്ചിട്ട് കാണാം. നമ്മൾ അരഞ്ഞിട്ടുണ്ട്. കറക്റ്റ് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. കണ്ടോ, പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒരു വേറെ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളിനി 1/2 കപ്പ് ശർക്കര ഇടാൻ പോവാണ്. ഞങ്ങൾ ഇവിടെ 1/2 കപ്പ് ചനയെ എടുത്തിട്ടുള്ളത് കൊണ്ട് 1/2 കപ്പ് ശർക്കര മതി. നിങ്ങൾ 1 കപ്പ് എടുത്തെങ്കിൽ 1 കപ്പ് ഇടണേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 1 ടീസ്പൂൺ വെള്ളം ഒഴിക്കണേ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശർക്കര മെൽറ്റ് ആവുന്നുണ്ട്. ഇത് ഫുള്ളി മെൽറ്റ് ആയതിനു ശേഷം ഇതിനകത്തോട്ട് നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ ചന പേസ്റ്റ് ഇടണം. നമ്മൾ ശർക്കര ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇനി പേസ്റ്റ് ഇടാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയ ചന പേസ്റ്റ് നമ്മൾ ഇടുവാണ്. ഗൈസ്, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളാണെങ്കിൽ ഇതിനകത്തോട്ട് 2 ടീസ്പൂൺ നെയ്യും ചേർക്കണം. പിന്നെ കുറച്ച് കാർഡമൻ കുറച്ച് പൊടിച്ചതും ചേർക്കണം. അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഏലക്ക കഴുകി ചതച്ചിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പൊടിച്ചതും ഉപയോഗിക്കാം. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കാവേ. അപ്പോൾ ഗൈസ്, ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇനി നമുക്ക് ഇതാണെങ്കിൽ 2-3 മിനിറ്റ് ഒന്ന് നല്ലതായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇത് ഇനിയും മാവിൻ്റെ കൂട്ടത്തിൽ കൺസിസ്റ്റ് ആവുന്നിടം വരെ ഫ്ലെയിം ഓഫ് ചെയ്ത് മിക്സ് ചെയ്യണേ. കട്ടിയായിട്ടുണ്ട്. നമുക്കിതൊരു ബോളിനകത്തോട്ട് ഇടാവേ. അപ്പം ഇത് ബോളിനകത്ത് ഇതാണെങ്കിൽ ഫുള്ളി, അതായത് ചൂടൊക്കെ മാറിയിട്ട് തണുക്കണം. അപ്പോഴത്തേക്ക് ഇത് കട്ടിയായിക്കോളും.
പിന്നെ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുമ്പം ആ ശർക്കര ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് മൂപ്പിക്കരുത്. ഞങ്ങൾക്ക് അത് ചെറിയൊരബദ്ധം പറ്റിയതെന്ന് തോന്നുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി മാറി. അപ്പം ഇത് ശരിക്കും ഒരു ഇച്ചിരി ഡാർക്ക് യെല്ലോ പോലത്തെ ഒരു കളർ, ഈ ഡാർക്ക് യെല്ലോ പോലത്തെ ഒരു കളറിലാണ് വേണ്ടത്. പക്ഷെ ഞങ്ങളുടെ ശർക്കര കുറച്ച് ഇതായതുകൊണ്ട് ഇച്ചിരി ബ്രൗൺ കളറിൽ വന്നേ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ മുമ്പേ ഉണ്ടാക്കിയതിൻ്റെ ചൂടൊക്കെ മാറട്ടെ. അത് നമ്മളാണെങ്കിൽ ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മളാണെങ്കിൽ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ 1 കപ്പ് വീറ്റ് ഫ്ലവർ ആണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ശകലം ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മളിടാൻ പോവാണ്. ഇനി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാവേ. ശകലം നെയ്യും കൂടെ ഒഴിക്കുവേ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ നല്ലപോലെ മിക്സ് ചെയ്യുന്നതിനൊപ്പം ഇത് ചെറുതായിട്ടൊന്ന് പൊടിക്കണം. എന്താണ് ഇതുപോലൊക്കെ ഒന്ന് പൊടിക്കുകയും കൂടെ ചെയ്യണേ. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാണെങ്കിൽ ഒരു സോഫ്റ്റ് മാവിൻ്റെ കൺസിസ്റ്റിയിലാക്കണം. അതിന് വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളം ഇങ്ങനെ ശലച്ച് ഒഴിച്ചിട്ട് ഇതൊരു മാവ് പോലൊക്കെ ആക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മാവ് പോലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലിൽ ശകലം കൂടെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാവേ. കണ്ടോ ഇതുപോലൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ കുഴച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് 30 മിനിറ്റേക്ക് റെസ്റ്റിന് വെക്കണേ. അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതാണെങ്കിൽ കുറച്ച് ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടി വെക്കാവേ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉരുട്ടി വെക്കുവാണ്. അപ്പോൾ ഇത് ബാക്കിയും കൂടെ ഉരുട്ടിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇതുപോലെയൊക്കെ എല്ലാം നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ മാവ് വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ചെറിയൊരു ബോളും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇനി ഒരു പേപ്പറിൻ്റെ മേളിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ മേളിൽ ഇട്ടേക്കുവാണ്. ഇനി നമ്മളാണെങ്കിൽ ഇതുപോലൊക്കെ ആ ബോളാണെങ്കിൽ ഇതുപോലൊക്കെ പരത്തിയിട്ട് നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ മറ്റേ ബോൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് അതൊരു ബോളാക്കണം. അപ്പോൾ ഗൈസ് നമ്മളിത് പരത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് ചെറുതാക്കിയിട്ട് ഇതിനകത്തോട്ട് വെക്കുവാണ്. ഇതാണെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ ക്ലോസ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുട്ടിയിട്ട് ഒരു ബോളും കൂടെ പോലൊക്കെ ആക്കിയിട്ട് നമ്മളാണെങ്കിൽ ഇത് ബട്ടർ പേപ്പറിൻ്റെ മേളിലോട്ട് വെക്കുവാണ്. ഇനി ഇവിടെ വെച്ചിട്ട് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. അപ്പോൾ അതാണ് ഇതുപോലേക്ക് കണ്ടോ പരത്തണേ. എന്നിട്ട് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ശകലം നെയ്യ് ഒഴിക്കാം. എന്നിട്ട് അതാണെങ്കിൽ ഇച്ചിരി നല്ല വലുതായിട്ട് പരത്താം. അപ്പോൾ ഞാൻ ഇത്രയും പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇനി നമുക്ക് വലുതായിട്ട് പരത്താവേ. അപ്പോൾ ഗൈസ് നമ്മൾ പരത്തി ഈ ചെറിയൊരു വലിപ്പത്തിൽ എത്തി. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സൈസ്. അപ്പം ഇതുപോലൊക്കെ നമ്മൾ പരത്തിയതിന് ശേഷം നമ്മളാണെങ്കിൽ ഒരു ദോശക്കല്ല് ഏതെങ്കിലും ഫ്രൈ പാൻ പോലത്തെ സൂത്രം എടുത്തിട്ട് നമ്മളാണെങ്കിൽ അതേലോട്ട് ഇതുപോലൊക്കെ വെക്കണേ. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളാണെങ്കിൽ ഇത് സാധാ ചപ്പാത്തിയും എല്ലാം മൂപ്പിക്കുന്നതിൻ്റെ ഒട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഇതുപോലൊക്കെ കണ്ടോ ഇതുപോലൊക്കെ ആക്കി എടുക്കണേ. അപ്പോൾ ഗൈസ് നമ്മുടെ ബബിൾ ടു റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് ഇടാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഒബറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ ഉണ്ടാക്കി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ഒബറ്റൊന്നും വേറെ റെസിപ്പി ട്രൈ ചെയ്യണം. ഇതൊരു കർണാടക റെസിപ്പിയാണ്. അപ്പം നമുക്കാണെങ്കിൽ അടുത്ത റെസിപ്പി ഇട്ടാൽ അപ്പോഴത്തേക്ക്